നമസ്കാരം. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചു എന്ന വാർത്ത ഇന്നലെയാണ് പുറത്തുവന്നത്. എന്നാൽ ചില ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും മാത്രമായിരുന്നു ഈ വാർത്ത നൽകിയത്. ഹർജിയിൽ ഇന്നാണ് വിധി പറയുന്നത്. ആദ്യത്തെ സ്വർണ്ണപ്പാളി കേസിലാണ് വിധി പറയുന്നത്. കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിലും പ്രതിയായതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉടൻ ജയിൽ മോചിതനാകാൻ കഴിയില്ല. 3 ആഴ്ചയ്ക്കകം കട്ടിളപ്പാളി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. 2025 ഒക്ടോബർ 17-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഭാഗം അഭിഭാഷകൻ ജാമ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിലെ കാലതാമസത്തിൽ കോടതി അന്വേഷണ സംഘത്തോട് വിശദീകരണം തേടിയിട്ടുണ്ട്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുണ്ടെന്നും വിശദമായ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ശബരിമലയിലെ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ മാറ്റി മറ്റൊന്ന് സ്ഥാപിച്ചതിന്റെ സൂചനകളാണ് VSSC നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം നൽകുന്നതെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് നിരീക്ഷിച്ചത്. വിലപിടിപ്പുള്ള ക്ഷേത്രസ്വത്ത് ആസൂത്രിതമായും ഘട്ടം ഘട്ടമായും കവർച്ച ചെയ്യപ്പെട്ടതായാണ് സൂചനകൾ. കഴിഞ്ഞ 2 പതിറ്റാണ്ടായുള്ള ക്ഷേത്ര ഭരണവും ഇടപാടുകളും സംബന്ധിച്ച് സമഗ്രവും ആഴത്തിലുള്ളതുമായ അന്വേഷണം അനിവാര്യമാണെന്നും ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഴുവൻ പ്രതികളുടെയും വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടന്നു. കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ED വ്യാപക റെയ്ഡ് നടത്തിയത്. കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, A. പത്മകുമാർ, N. വാസു, മുരാരി ബാബു, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരടക്കമുള്ളവരുടെ വീടുകളിലാണ് ഇന്നലെ രാവിലെ വ്യാപക റെയ്ഡ് തുടങ്ങിയത്. മുരാരി ബാബുവിന്റെ കോട്ടയത്തെ വീട്ടിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരം കിളിമാനൂർ പുളിമാത്തുള്ള വീട്ടിലും N. വാസുവിന്റെ പേട്ടയിലെ വീട്ടിലും A. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലുമാണ് ED റെയ്ഡ് നടത്തിയത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ വീട്ടിലും തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ED സംഘം പരിശോധനയ്ക്ക് എത്തിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ സാമ്പത്തിക ഇടപാടുകളടക്കമാണ് ED അന്വേഷിക്കുന്നത്. സ്വർണം വേർതിരിച്ചെടുക്കുകയും അത് വിൽക്കുകയും ചെയ്തതിലൂടെ ലഭിച്ച പണം ആരിലൊക്കെ എത്തിയെന്നും ആ പണം പോയ വഴികൾ ഏതൊക്കെയാണെന്നും കണ്ടെത്തുകയാണ് EDയുടെ ലക്ഷ്യം. പ്രതികളുടെ സ്വത്തുക്കളിൽ അസ്വാഭാവികമായ വർധന ഉണ്ടായിട്ടുണ്ടോ എന്നും കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ചാണോ ഈ സ്വത്തുക്കൾ വാങ്ങിയതെന്നും കണ്ടെത്തുകയാണ് EDയുടെ ശ്രമം. അതിനിടെ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെടുന്നതിനെതിരെ ദേവസ്വം മന്ത്രി VN വാസവൻ രംഗത്തെത്തി. SIT അന്വേഷണം മതിയെന്നും EDയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്നുമാണ് മന്ത്രിയുടെ വാദം. മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ കൈക്കൂലി കേസിൽ കുടുങ്ങിയത് ചൂണ്ടിക്കാണിച്ച മന്ത്രി ED നീക്കം സംശയകരമാണെന്നും പറഞ്ഞു. എന്നാൽ പോലീസ് കുറ്റപത്രം വൈകിപ്പിക്കുന്നത് പ്രതികളെ രക്ഷിക്കാനാണെന്ന ആരോപണം ഇതോടെ ശക്തമായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സ്വർണ്ണക്കേസിൽ 5 പേർ കൂടി അറസ്റ്റിലാകും എന്നൊരു സൂചനയും ഇന്നലെ ഹൈക്കോടതി പുറത്തുവിട്ടിരുന്നു. അത് ആരൊക്കെയെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. CPM-നുള്ളിൽ ഇത് ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ കൂടുതൽ പേർ ഈ ഒരു കേസിൽ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട്. EDയുടെ നിരീക്ഷണവും ശക്തമായി വരികയാണ്. പലരെയും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ചോദ്യം ചെയ്യേണ്ടി വരും.